ഹായ് ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ഒരു മത്സരം കളിക്കാൻ പോകുന്നു അഗെയിൻസ്റ്റ് പഞ്ചാബ് FC. നമുക്കറിയാം, സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ മത്സരം ഒരു തോൽവിയോടെ ഒഡീഷ FCക്കെതിരെ അതൊരു എവേ മത്സരമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു മത്സരം നമുക്ക് ഹോം മത്സരമാണ്. നമ്മൾ ഇത്തവണ ഹോമിൽ നമുക്ക് നല്ല റെക്കോർഡ് തന്നെയാണുള്ളത്. മാത്രമല്ല, പഞ്ചാബ് FCക്കെതിരെയാണ് നമ്മൾ ഫസ്റ്റ് ഫേസിൻ്റെ ഇപ്പം അവസാന 3 മത്സരങ്ങൾ അൺബീറ്റൺ ആയിരുന്നു, അല്ലെങ്കിൽ 3 ഹാട്രിക് വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ആദ്യ വിജയം സ്വന്തമാക്കിയത് പഞ്ചാബിനെതിരെ എവയിലായിരുന്നു. പിന്നെ പഞ്ചാബിനെതിരെ നോക്കുന്ന സമയത്ത്, ഇപ്പം ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല റെക്കോർഡാണുള്ളത്. ഇപ്പം കഴിഞ്ഞ മത്സരം 1-0 വിജയിച്ചു. അതിന് മുമ്പ് സൂപ്പർ കപ്പിൽ ഒരു മത്സരം കളിച്ചിരുന്നു, അത് 3-1 വിജയിച്ചിരുന്നു. സോ ഇതേവരെ പഞ്ചാബിന് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കൊച്ചിയിൽ കളിക്കാൻ പോകുന്ന, പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരമാണ് ഇത് എന്നുള്ളതാണ് പ്രത്യേകത. എങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയാം, നമ്മൾ എപ്പോഴും ലീഗ് ടോപ്പേഴ്സ് എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞൊരു മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ ഒരു പരാജയം നേരിടേണ്ടി വന്നു. ഒഡീഷ ഈ പറഞ്ഞ പോലെ ഇപ്പം ആ ഒരു ലീഗ് ഫൈറ്റിലുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ഗോവയും ആ ഒരു ഫൈറ്റിലുള്ളതാണ്. അപ്പം അവർ തമ്മിൽ കഴിഞ്ഞ ദിവസം കളിച്ചൊരു മത്സരമൊക്കെ ഡ്രോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ KBFCയെ സംബന്ധിച്ചിടത്തോളം ഒരു ആനുകൂല്യമാണ്. ടേബിൾ ടോപ്പിൽ എത്തിയില്ലെങ്കിലും ആ ഒരു പോയിന്റ് ഗ്യാപ്പ് ഉറപ്പായിട്ടും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പഞ്ചാബ് FCയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം നമ്മൾ അന്ന് കളിച്ച ഒരു നിലയിലല്ല ഇപ്പോൾ ഉള്ളത്. അവർ ബെറ്ററായിട്ട് വന്നതിന് ശേഷം 2 വിജയങ്ങൾ, എസ്പെഷ്യലി ലാസ്റ്റ് മാച്ച് ബംഗളൂരു FCക്കെതിരെ സൂപ്പർ പെർഫോമൻസ് ആണ് നടത്തിയത്. 3-1 എന്ന് പറയുന്നൊരു വിജയം, അത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം 3 ഗോളുകൾ അടിച്ചുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പഞ്ചാബ് FCയുടെ മുന്നേറ്റത്തിൽ 3 വിദേശ താരങ്ങളെ ഇപ്പം കോച്ച് കളിപ്പിക്കുന്നുണ്ട്. അത് എഫക്റ്റീവായി ലാസ്റ്റ് മാച്ചിൽ അതെന്നുള്ളതാണ്. മാദി തലാലും ജോർദനും അതുപോലെ ലൂക്ക മാച്ചനും ഈ 3 താരങ്ങളും ഗോള് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് മാദി തലാലിൻ്റെ പെർഫോമൻസ് ആണ്. വാട്ട് എ പ്ലെയർ, വാട്ട് എ പെർഫോമൻസ്. 3 ഗോളിലും ഐ തിങ്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ ലാസ്റ്റ് അദ്ദേഹം ആ 3ാമത്തെ ഗോൾ അദ്ദേഹം നേടിയൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗോളായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു അറ്റാക്കിംഗ് നിരയെ ഉറപ്പായിട്ടും ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ രാഹുൽ KP സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. അതുപോലെ തന്നെ ജീക്സനും വിബിനും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് സൂചന. ആയാലും ജീക്സൺ ഉറപ്പായിട്ടും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ 2 പുതിയ വിദേശ താരങ്ങൾ ജസ്റ്റിനും ഫെഡോറും, ഇവരെയും ആദ്യ 11-ലൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു സാധ്യതകൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഉണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഈ പഞ്ചാബ് FCയുടെ ഒരു എക്സ്പെക്റ്റഡ് 11 നോക്കുന്നൊരു സമയത്ത് ഗോൾ കീപ്പറായിട്ട് രവികുമാർ, സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ദിമിത്രിയോസ് ആൻഡ് സുരേഷ് മിത്തെ എന്നിവർ, റൈറ്റ് ബാക്കിൽ അഭിഷേക്, ലെഫ്റ്റിൽ സല എന്നീ താരം. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് നിഖിൽ പ്രഭു, അതുപോലെ കിപ്ചൻ ആൻഡ് ആശിഷ് പ്രധാൻ എന്നിവരായിരിക്കും കളിക്കാം. അതുപോലെ തന്നെ ഒരു മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 വിദേശ താരങ്ങളുടെ ഒരു സാന്നിധ്യമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ നമുക്ക് പോയി പറഞ്ഞ പോലെ ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യം. ഓക്കെ, അതിലും ആ താരങ്ങൾ നമുക്കറിയാം, ആദ്യ തലാലും ജോർദൻ ഗില്ലും അതുപോലെ ലൂക്ക മേച്ചൻ എന്നിവരാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ചെറിയ ചില ചേഞ്ചസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ അത് വർക്കൗട്ട് ആവുമോ, നടക്കുമോ, കോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത്. അതിലും 4-4-2 സെയിം ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ. സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ ലെസ്കോവിച്ച്, പ്രീതം കോട്ടാൽ എന്ന് പറയുന്നൊരു കോംബോ ഒന്ന് യൂസ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു പ്രീതത്തിന് നമ്മൾ കഴിഞ്ഞ മാച്ചിലൊക്കെ പറഞ്ഞു, റൈറ്റ് ബാക്കിനേക്കാൾ CB തന്നെയാണിത്. പിന്നെ നമുക്ക് മുന്നേറ്റത്തിൽ കൂടുതൽ താരങ്ങളെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. സോളിഡ് ആയിരുന്നു 2 ഫോറിൻ സെൻട്രൽ ബാക്സ്, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. അതുപോലെ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപ്, ലെഫ്റ്റിലേക്ക് വരുന്നൊരു സമയത്ത് നവോച്ച, ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡാനിഷ്, അസർ എന്നിവർ തന്നെയായിരിക്കും. സ്റ്റിൽ ജിക്സനും വിബിനും ഒക്കെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് എന്ന നിലയിലായിരിക്കും ആദ്യം കോച്ച് പരീക്ഷിക്കാനുള്ള സാധ്യതയുള്ളത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡൈസുക്കെ സക്കായും, അതുപോലെ റൈറ്റിലേക്ക് വരുന്ന സമയത്ത് രാഹുൽ KPയും, അതുപോലെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഫെഡോറും, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ഡയമണ്ടക്കോസും ആയിരിക്കും കളിക്കുന്നുണ്ടാവുക. സോ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരിക്കുന്ന, ഏറെ നാളുകൾക്ക് ശേഷം കൊച്ചിയിൽ നടക്കാൻ പോകുന്നൊരു മത്സരമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത തന്നെയാണ്. സോ ആ ഒരു മത്സരം ഞാനിന്ന് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേഡിയം വിസിറ്റിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ഞാനത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ പലരും ചോദിച്ചിരുന്നു സ്റ്റേഡിയത്തിൻ്റെ പണികൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ അന്വേഷിച്ച ഒരു പ്രകാരം എനിക്ക് മനസ്സിലായി. അതായത് മുമ്പ് തന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത് അതായത് അങ്ങനൊരു KL9 റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം
അവിടുത്തെ അറ്റകുറ്റപ്പണികളൊക്കെ ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ചില പണികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് ഓരോ മാച്ചിൻ്റെയും ഗ്യാപ്പുകളുടെ ഇടയിൽ ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഈ പറഞ്ഞതുപോലെ ഈ പാളി ഇളകി വീഴുന്ന കാര്യങ്ങളും റൂഫിങ്ങും ഒക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പം ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കുകയാണ് ഷെൻസനി.